ഹായ് ഫ്രണ്ട്സ്, വല്ലതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം റീസ്റ്റോറേഷൻ സംബന്ധിച്ച വിഷയം തന്നെയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു, എനിക്ക് വേറൊരു കസ്റ്റമർ അയച്ചു തന്നു. അതും കൂടി ബേസ് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു കമൻറ്റ് ചെയ്യുക, നിങ്ങളെ വണ്ടി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് റീസ്റ്റോർ ചെയ്യണോ, അതോ സാധാരണഗതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി പാർട്സുകൾ ഉപയോഗിക്കുകയും മാറ്റാൻ അത്യാവശ്യമുള്ള പാർട്സുകൾ മാത്രം മാറ്റുകയും ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് പക്ഷത്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു പുള്ളിക്കാരനെ നമ്മൾ ബാക്കിയുള്ള വർക്ക്ഷോപ്പുകാരൊക്കെ ചെയ്യുന്ന മാതിരി ഉഡായിപ്പ് പരിപാടി നമ്മൾ ചെയ്യില്ല. അതായത് എല്ലാ വർക്ക്ഷോപ്പുകാരും ഉഡായിപ്പാണെന്നാണ് ഒരു വശം. റീസ്റ്റോറേഷൻ രണ്ട് രീതി ചെയ്യുക. അതായത് എങ്ങനെയാ വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുന്ന റീസ്റ്റോറേഷൻ തന്നെ വർക്കേഴ്സ് സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അതായത് കസ്റ്റമറിന് കുറച്ച് ക്യാഷ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ വണ്ടി തരുന്ന ആൾക്കാർ 2 ലക്ഷം റുപ്യയുടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പറയാണ് കംപ്ലീറ്റ് മാറ്റിക്കോളെ എന്ന് പറയാം. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. നമുക്ക് വർക്ക് ഈസിയാണ്. കൂടുതൽ സ്കില്ലും ആവശ്യമില്ലാത്തൊരു വർക്കാണത്. അതായത് മൈൻഡ് നമ്മളെ തല ആകാൻ പോക്കേണ്ട കാര്യമില്ലാത്തൊരു വിഷയമാണ്. ഒരു ഉദാഹരണം പറയാണ്ട്, ഇപ്പോൾ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ഉണ്ട്. ഗിയർ ബോക്സിന് കാണുന്ന ഗിയർ ബോക്സ് അങ്ങ് മാറ്റി കളയാം, യാതൊരു ടെൻഷനും ഇല്ല. ഗിയർ ബോക്സ് 4 ബോൾട്ട് അയച്ചാൽ 4 സ്റ്റഡ് അയച്ചാൽ അത് നെറ്റ് അയച്ചാൽ പോയി പോരും, അത് സെറ്റ് ചെയ്യാം. ക്ലച്ചിന് കംപ്ലൈൻറ്റ് ക്ലച്ച് അസംബ്ലി അങ്ങ് മാറ്റി കളയാം. ഡെൽക്കോന് കംപ്ലൈൻറ്റ് ഡെൽക്കോ അസംബ്ലി കംപ്ലീറ്റ് അങ്ങ് മാറ്റി കളയാം. പിന്നെ അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് എന്തൊക്കെ പാർട്സാണ് കംപ്ലീറ്റ് റോക്കർ, ആ ഒരു വണ്ടിയിൽ എന്തൊക്കെയാണ് കേസിംഗ് അല്ലാത്ത എന്തൊക്കെയാണ് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ 2 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വില വരുന്നത്. അങ്ങനെ ആയിരിക്കും. 2 ലക്ഷം എങ്ങനെയാണെന്ന് എനിക്കറിയാതെ ആക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ക്യാഷ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും അങ്ങനെ മാറ്റുക എന്നുള്ള സമയത്ത് നമ്മൾ റിസ്ക് കുറഞ്ഞൊരു വർക്കാണ്. അത് ആ ഒരു വിഷയത്തോടി ആ ഒരു എല്ലാ സംഗതി ഔട്ടർ പാർട്സ് ഉണ്ട്, ഷാസി, പിന്നെ അതേമാതിരി ഈ ബോഡി, മാക്സിമം ബോഡി പാർട്സ് മാറ്റുക, ബാക്കിയുള്ള വൃത്തിയുള്ള ഭാഗങ്ങൾ മാത്രം പെയിന്റ് ചെയ്ത് കയറ്റുക. അതുമാതിരി ലിവേഴ്സ്, സ്വിച്ചസ്, അങ്ങനത്തെ അസംബ്ലി കംപ്ലീറ്റ് അങ്ങ് മാറ്റി റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൈ കാശ് ഉണ്ടായാൽ മതി. നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നമുക്ക് യാതൊരു തലവേദനയില്ല. മാറി വെയിറ്റ് ചെയ്യാൻ നമുക്ക് ലേബർ ചാർജ് കൈ കിട്ടും. രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് വരുന്ന വർക്കാണ് പറയുന്നത്, കോസ്റ്റ് എഫക്റ്റീവായിട്ട് റീസ്റ്റോർ ചെയ്യുക. അതായത് നമുക്ക് അത്യാവശ്യമുള്ള പാർട്സുകൾ മാത്രം, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റാത്ത പാർട്സുകൾ മാറ്റുക, സർവീസ് പാർട്സുകൾ മാറ്റുക. അതേമാതിരി വണ്ടി റണ്ണിങ് കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പുറത്തുള്ള കാര്യം അത്യാവശ്യമാണ് എങ്കിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അതിന് നമുക്ക് തലവേദന കൂടുതലാണ്. ആ വിഷയം കറക്റ്റായിട്ട് രണ്ടാമത് വർക്കിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സമയത്ത് മെക്കാനിക് സമയത്ത് തലവേദന കൂടുതലുള്ള വർക്കാണ്, ടെൻഷനും കൂടുതലുള്ള വർക്കാണ്. മറ്റേ ടെൻഷനല്ല, മറ്റേ നിങ്ങളടുത്ത് കുറേ ക്യാഷ് ഉണ്ടായാൽ മതി, വർക്ക് എടുക്കുന്ന ആൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. മറ്റേ നിങ്ങളടുത്ത് കുറച്ച് ലിമിറ്റഡ് ക്യാഷ് മതി, വർക്ക് എടുക്കാൻ നമുക്കാണ് ടെൻഷൻ. ഈ രണ്ട് രീതിയിലുള്ള റീസ്റ്റോറേഷൻ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ളത്, നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നു മുമ്പുള്ള വണ്ടി 180, 190 റീസ്റ്റോർ ചെയ്ത വണ്ടികൾ കാണിച്ചിട്ടുണ്ട്, റീൽസ് തന്നെ വീഡിയോയിൽ കാണിച്ചു. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ലോ, നമ്മൾ ആരെയും അവരങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിലുള്ള റീസ്റ്റോറേഷൻ ഉണ്ട്, രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സ് രണ്ട് രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എൻ്റെ വണ്ടി ഒരു 2 ലക്ഷം റുപ്യ പണിതാണ്, 2.5 ലക്ഷത്തിന് പണിതാണ്, അല്ല 1.5 ലക്ഷത്തിന് പണിതാന്ന് അവകാശപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, ആ ഒരു ഹെഡ് വെയിറ്റ് എന്ന് പറയാം. നമുക്ക് ഒരു തലക്കനം, നമ്മളെത്ര വണ്ടി നമുക്ക് ഇത്ര ക്യാഷ് മുടക്കി എൻ്റെ വണ്ടി ഇറങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത്ര ക്യാഷ് അപ്പോൾ കേൾക്കുന്ന ആളുകൾ 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് പണിത്, ആ ഒരു ഇതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യാന്നല്ല, അങ്ങനത്തെ ആളുകളെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പിന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേറെ റീസ്റ്റോറേഷൻ സെൻ്റർമാരുണ്ട് കേട്ടോ, എല്ലാം എന്നുള്ള പറയില്ല. അങ്ങനത്തെ ആളുകൾ മാത്രം അവർക്ക് ആവശ്യം. കാരണം അവർക്ക് ടെൻഷൻ ഉണ്ടാവരുത്, സ്കില്ലായിട്ടുള്ള ലേബേഴ്സിൻ്റെ ആവശ്യമല്ല, അസംബിൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പാർട്സുകൾ അസംബിൾ ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റമേഴ്സിന് ക്യാഷ് ഉണ്ടായാൽ മാത്രം മതി. രണ്ടാമത്തെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടുതലാണ്. സ്കില്ല് ലേബർ നിർബന്ധമാണ്. സ്കില്ല് ലേബർ മാത്രമേ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുള്ള വണ്ടികൾ എന്താണ് പ്രശ്നം എന്നുള്ളത്, എങ്ങനെ ചെയ്ത് എങ്ങനെയാവും എന്നുള്ളതും കണ്ടെത്തിയിട്ട് പിന്നെ ഷൂട്ട് ഔട്ട് ചെയ്ത് നമുക്ക് വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ വിഷയത്തിൽ ഒളിഞ്ഞെടുക്കുന്ന വേറെ വിഷയം എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് സ്പെയർ പാർട്സ് ആണ്. റോയൽ എൻഫീൽഡ് എന്നുള്ള ഏതൊരു സ്പെയർ പാർട്സ്, OE സ്പെയർ പാർട്സ് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് CNG റിസർവ് CNG പഴമുള്ള വണ്ടികളാണ്. ഇപ്പോൾ അതിൻ്റെ വണ്ടി മാനുഫാക്ചറിങ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, വണ്ടി പ്രൊഡക്ഷൻ ഇല്ല. അവർ വെണ്ടേഴ്സിനോട് പാർട്സ് വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്ത് വിടുക എന്ന് മാത്രമാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉണ്ടോയെന്ന് റാൻഡം ടെസ്റ്റ് ആയിരിക്കും. ബൾക്കായിട്ട് ഒന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് 1-2 ടെസ്റ്റിംഗ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കാരണം പ്രൊഡക്ഷനിലുള്ള വണ്ടി ആകുമ്പോൾ ഒരു ടെസ്റ്റിങ്ങിന്, അതായത് ക്വാളിറ്റി ടെസ്റ്റിംഗ് കുറച്ചുകൂടി ഒരു അക്യുറസി കൂടുതലായിരിക്കും. അതായത് ഒന്നാമത് ആ വണ്ടി മാനുഫാക്ചർ ചെയ്യണം, അതിലേക്ക് ആ പ്രൊഡക്റ്റ് പാർട്സ് പോകുന്നുള്ളത് കൊണ്ട് തന്നെ
ആ വണ്ടി റോട്ടിലിറങ്ങും കംപ്ലയിൻസ് ഉണ്ടാവും, മെയിൻ്റനൻസ് ഉണ്ടാവും, പിന്നെ വാറണ്ടി ഇഷ്യൂസ് ഉണ്ടാവും, ആളുകൾ തലവേദന ഉണ്ടാവും, ആളുകൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ചെക്ക് ചെയ്തിട്ടുള്ള പാർട്സുകൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ, വണ്ടി പുറത്തിറക്കുള്ളൂ. അതുമാതിരി തന്നെ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പാർട്സും പുറത്തേക്ക് ഇറക്കും. സി എഞ്ചിൻ അങ്ങനെ അല്ല കേട്ടോ. സി എഞ്ചിൻ പഴയമുള്ള വണ്ടികൾ എന്തായാലും ആ രീതിയിലുള്ള പാർട്സുകൾ നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമുക്ക് പോയി എന്നുള്ള ഒരു മനസ്സൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു വിശ്വാസം ഒറിജിനൽ പാർട്സാണ് കിട്ടുന്നുള്ളത്. പല പാർട്സുകളും ക്വാളിറ്റി ഇല്ലെന്നാണ് വാസ്തവം, എല്ലാവർക്കും അറിയാം. പല പാർട്സിനും ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ ഏതൊരു ബ്രാൻഡിന് വേണ്ടിയിട്ടും അങ്ങനെ തന്നെയാണ്. ഡിസ്കണ്ടിന്യൂഡ് മോഡൽ ആകുമ്പോൾ പാർട്സിന് ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. ഒരു ആവറേജ് പ്രതീക്ഷിക്കാമെങ്കിലും അല്ലാതെ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ വണ്ടിയിലുള്ള ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ള പാർട്സുകൾ മാറ്റിയിട്ട് പഴയ പാർട്സ് ഇടുമ്പോൾ അതിൻ്റെ കവ സൂക്ഷിക്കാവുന്നേ. അപ്പോൾ കഴിയുന്നതും സി ഐ എഞ്ചിൻ എന്ന വാഹനത്തിൽ പഴയ പാർട്സ് നിലനിർത്തിക്കൊണ്ട് വർക്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പണി. കാരണം അത് എന്തായാലും പുതിയ ഇട്ട് കഴിഞ്ഞാൽ, പുതിയ ക്യാമൊക്കെ ഇട്ട് എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പുതിയ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളും പഴയത്തിൽ ചെയ്യുമ്പോൾ വർക്ക് എടുത്ത് അനുഭവിച്ചറിഞ്ഞവർക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇതാണ് രണ്ട് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഈ കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് പറയാം. അതായത് രണ്ട് രീതിയിലുള്ള. അപ്പോൾ ഒരിക്കലും ഞാൻ ആ ഒരു കസ്റ്റമർ ആ ഒരു മെക്കാനിക് വീഡിയോ കാണാൻ ആരും ആരീകത്തരുത്. ഞാൻ ആരീകത്താൻ പോകാറില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ആരും ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ രണ്ട് രീതിയിലുള്ള ഏത് വർക്കും നമ്മൾ എടുക്കണം. അതൊന്ന് മാറ്റാൻ പറഞ്ഞാൽ മാറ്റി കൊടുക്കും. അത് ഞാൻ പറയും പൈസ ആയി കഴിഞ്ഞാൽ നമ്മളെ പറയരുത്. നമുക്ക് ഒരു 1,00,000 രൂപേൻ്റെ മുകളിലൊക്കെ സംഖ്യ പറയാൻ മനസ്സിലൊരു വിഷമമാണ്. പിന്നെ വണ്ടിൻ്റെ മുകളിൽ കയറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ. ആകെ 1,00,000 രൂപേൻ്റെ താഴെ മാത്രം ഇറങ്ങിയിട്ടുള്ള വണ്ടികൾ 80, 85, 90 ഇറങ്ങിയിട്ടുള്ള വണ്ടികൾ 70 സംതിങ് അതിൻ്റെ ഓർമ്മ ലാസ്റ്റ് വന്ന വണ്ടി 70 സംതിങ്ങിനൊക്കെ തുടങ്ങിയിട്ട് 69, 72 ആണ് സ്റ്റാൻഡേർഡ് പോയ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ 3 റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമമാണ്. ഒന്നെങ്കിൽ 2007, 2008 ആ കാലഘട്ടത്തിൽ ഞാൻ ബുള്ളറ്റ് റീസ്റ്റോറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ബുള്ളറ്റ് ആ റീസ്റ്റോറേഷൻ മാത്രം, അത് സി എഞ്ചിൻ ഇറങ്ങുന്ന സമയത്ത് 2007 ആണ് വളരെ ആക്റ്റീവായിട്ട് റീസ്റ്റോറേഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം തോന്നുക നമ്മൾ ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് 10-20 ഇറങ്ങുമായിരുന്ന വണ്ടി പിന്നെ കൂടി പോയി നല്ല രീതിയിൽ നല്ല റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്യാഷ് പറയുമ്പോൾ ചെറിയൊരു വിഷമമാണ് ആളുകളോട്. ഇത്രയും പൈസ മുടക്കണോ എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട്. ചില ആളുകൾക്ക് ഇത് വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, കാശ് കണ്ടമാൻ ലക്ഷങ്ങൾ കഴിവ് വെച്ചിട്ട് എനിക്കൊരു ബുള്ളറ്റ് പഴയത് വേണം, എത്ര പൈസ ആയാലും വേണ്ടത് ഓക്കെ ആവണം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളാണ് ഇങ്ങനത്തെ ആളുകളെ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ സർവീസ് നടത്തുന്നത്. അങ്ങനത്തെ ആളെടുത്തേക്ക് പോവാട്ടെ, അതൊരു ഇതുപോലെ. ഞാൻ നമ്മൾ എന്താ പറയുക, സാധാരണ ചിലവ് കുറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ ഒന്നും പറ്റാത്തോളം എന്നല്ല. ചിലവ് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും നല്ല പണിക്കാർ. കാരണം അവർക്ക് പണി അറിയാം എന്നുള്ളതല്ല, അത് ചുരുക്കേണ്ട കൊടുത്തേ ചുരുക്കാവും. രണ്ട് കാര്യങ്ങൾ ഒരിക്കലും പിന്നെ ചുരുക്കാൻ പാടില്ല. ഒന്ന് പിന്നെ പെയിന്റിങ് ക്വാളിറ്റി എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പാർട്സ് പെയിന്റിംഗ് ആണ്. അപ്പം അതിൽ ഏറ്റവും വലിയ വിഷയം അതിൻ്റെ പ്രൈമിങ് തൊട്ട് പ്രിപ്പറേഷൻ തൊട്ട് അവസാനം വല്ല ക്ലിയർ കോട്ട് വരെ അതിൻ്റെ ടൈമിങ്, ഓരോ പ്രൈമർ വെച്ചാൽ എത്ര സമയം കൊണ്ടും പ്രൈമർ അടുത്ത കോട്ട് ചെയ്യണം, എത്ര സമയം കൊണ്ട് ബേസ് കോട്ട് ചെയ്യണം, എത്ര സമയം കൊണ്ട് ക്ലിയർ കോട്ട് ചെയ്യണം, എത്ര കൊണ്ട് ക്ലിയർ കോട്ട് ഫൈനൽ കോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു പെയിന്റ് നിലകൊള്ളൂ. പിന്നെ അതേമാതിരി ടാങ്കിലൊക്കെ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ള പെയിന്റ് മാത്രം, അതായത് ബ്രാൻഡഡ് പെയിന്റ് മാത്രം ഉപയോഗിക്കും. ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പെയിന്റിനെ കുറിച്ച്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വളരെ ചീപ്പായിട്ട്, എക്കോണമിക്കലായിട്ട് വളരെ ചീപ്പായിട്ടുള്ള പെയിന്റാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ പെയിന്റുമായിട്ട് എല്ലാവരും കൊണ്ട് പെയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെയിന്റ് ക്വാളിറ്റി ഇല്ലാതെ പൊളിഞ്ഞു പോകണോ ഫീൽ ആവണോ ഒക്കെ. എന്നെ സംബന്ധിച്ച് സോയിസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം പേഴ്സണലായിട്ട്. ഈ ഒരു ബ്രാൻഡഡ് പെയിന്റ് സോയിസിൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര തലവേദനയുള്ള കേസാണ്. കിട്ടുന്നില്ല എന്നുള്ള, ആരും കൊണ്ടുപോയിരിക്കുന്ന എല്ലാവരും ചോദിക്കുന്നത് അതാർക്കും വേണ്ടെന്നുള്ള അത്രയും വിലപിടിപ്പുള്ള. അപ്പൊ എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു ഒരു ബുള്ളറ്റിന് എത്ര പെയിന്റ് വേണമെന്ന് ആലോചിക്കാം. അത് എത്ര തന്നെ വില കൂടുക, എത്രത്തോളം പ്രൈസിന് മാറ്റം വരുന്ന ആലോചിക്കാം. ആ പ്രൈസ് ഞാൻ ഡീറ്റെയിൽ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ലാഭം നോക്കാതെ നമ്മൾ 10, 15, 20, 25, 25,000 റുപ്യൊക്കെ സാധാരണ പെയിന്റിങ്ങുള്ള ക്വാളിറ്റി ചെയ്യുന്ന ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ആ 25,000 പെയിന്റിന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ക്വാളിറ്റി, ആ പ്രൊഡക്റ്റിന് വിലയുണ്ട്. അപ്പം പിന്നെ ആ ക്വാളിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, ആ ഗ്ലേസിങ് അവിടെ നിൽക്കും, ആ ഒരു പ്രൊട്ടക്ഷൻ അവിടെ നിൽക്കും പെയിന്റിന്റെ കാര്യത്തിൽ. പിന്നെ രണ്ടാമത് വേറെ വിഷയമുണ്ട്, എല്ലാവർക്കും ഒരു സംഭവമാണ് ടാങ്കിന്റെ ചുറ്റും പെയിന്റ് പോവാന്നുള്ളത്. ക്ലിയർ കോട്ട് അടിച്ചതിന് ശേഷം, റിസ്റ്റോറേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം 1 വീക്ക് ഒരു കാരണവശാലും ഒരു പെയിന്റിങ്ങിന്റെ ഒരു ക്വാളിറ്റി, ഏത് പെയിന്റ് ആണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ പെട്രോൾ തൂവി പുറത്തേക്ക് പോകാൻ പാടില്ല. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ പാടില്ല. നിങ്ങൾ വണ്ടി ഇറങ്ങിയതിന് ശേഷം ഒരു മണിക്കൂർ, സാധാരണ 1 വീക്കാണ്. നല്ല സമ്മറിലൊക്കെയാണ് 1 വീക്ക് കൊണ്ട് ശരിക്കും ക്യൂറിങ് കറക്റ്റ് ക്ലിയർ കോട്ടിന്റെ പറയുന്നത്.
ആ 1 വീക്ക് ചെയ്യാതെ ഒരിക്കലും ടാങ്ക് ഫുൾ ടാങ്ക് അടിക്കാനോ പെട്രോൾ പുറത്തേക്ക് തൂവാനോ പാടില്ല എന്നുള്ളതാണ് ശരിക്കും. ചെറിയ ക്വാളിറ്റിയിലെ പെയിന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തൂവി തീരെ ചോദിച്ചൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ടാങ്കിൻ്റെ അവിടെ പൊള്ളാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വരാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. പിന്നെ പൊളിയാനുള്ള മെയിൻ സാധനം പ്രിപ്പറേഷൻ തന്നെയാണ്, പേയ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ് ആ ഒരു പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റിനുള്ള ആ ഒരു അതായത് അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില പെയിന്റുകൾ പൊളിഞ്ഞു പോകണം. ഒരുപാട് കംപ്ലയിൻസ് വന്നിട്ടുണ്ട്. അതൊക്കെ പെയിന്റിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. പെയിന്റ് ക്വാളിറ്റിന്റെ മാതിരി പെയിന്റേഴ്സിന് പറയാനൊന്നുമില്ല. കാരണം ഈ പെയിന്റിങ് എന്നുള്ളത് ക്വാളിറ്റിയിലെ പെയിന്റ് മാർക്കറ്റിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അതിനെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ശരിക്കും വീഡിയോ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ക്വാളിറ്റി കുറഞ്ഞ പെയിന്റ് അവൾ മാർക്കറ്റിൽ കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ചെറിയ ലാഭത്തിൽ പരിപാടി കഴിയണം. അതല്ല വണ്ടി കൊടുക്കുന്ന സമയത്ത്, അല്ല റീൽസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം ഗ്ലേസിങ് മതി, ആ തിളക്ക ആ സമയത്ത് നിന്നാൽ മതി. അല്ല ഒരു വണ്ടി റീസ്റ്റോർ ചെയ്യുന്ന വെച്ചാൽ കംപ്ലീറ്റ് അത് ഹണികോംബ് സ്റ്റുഡിയോയിലൊക്കെ ഇട്ടിട്ട് ശരിക്കും റിഫ്ലക്റ്റീവ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആ ഒരു കാഴ്ച മതി എന്നുള്ളതാണ്. ഇത് നമുക്ക് ലക്ഷങ്ങൾ മുടക്കി തരുന്ന ആൾക്കാർ പുതിയ വണ്ടി ഷോറൂമിൽ ഇറക്കി കൊണ്ടുപോകുകയാണെന്നുള്ളൂ. അത് വിറ്റാൻ തന്നെ പെയിന്റിങ് 6 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ പെയിന്റിങ് ക്വാളിറ്റി പോയി എന്നുള്ള പെയിന്റ് പൊളിഞ്ഞെല്ലാം ഭംഗിയുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭംഗിയാക്കാൻ വേണ്ടി റീസ്റ്റോർ ചെയ്യുന്ന മെയിനായിട്ട്. ഓക്കെ, ഒരു കാര്യമെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് റീസ്റ്റോറേഷൻ. എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പെയിന്റിങ്, ഇത് നമ്മളെ പെയിന്റിങ് ബൂത്താണ്. പെയിന്റിങ് നമ്മളാണ്, ബഫിങ് നമ്മളാണ്, ഇലക്ട്രോപ്ലേറ്റിങ് മാത്രമേ പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. തിരക്കുള്ള സമയങ്ങളിൽ ബഫിങ് വെളിയിൽ കൊടുക്കും. അതേമാതിരി വീൽ ഡ്രോയിങ് നമ്മളാണ്, സെറ്റിംഗ് നമ്മളാണ്, ഡിസംബ്ലി നമ്മളാണ്, അസംബ്ലിങ് നമ്മളാണ്. എല്ലാ കാര്യങ്ങളും 99% വർക്കും എൻ്റെ ഷോപ്പിലാണ് നടക്കുന്നത്. ഒരു വർക്ക് ഞാൻ വെളിയിൽ കൊടുക്കാറില്ല. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ലെയ്ത്ത് വർക്ക് ഞാൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഇത്. ഞാൻ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ലെയ്ത്തും കൂടെ, എഞ്ചിൻ ലെയ്ത്തും കൂടെ ഒരടുത്ത വർഷം ഫസ്റ്റോടുകൂടി ഞാൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ലെയ്ത്ത് വർക്ക് ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് ചെയ്യാറുണ്ട്. അക്യൂറസി എന്നാൽ കറക്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മളൊരു കറക്റ്റ് നമ്മുടെ മെഷർമെൻറ്റ്, നമ്മുടെ ക്ലിയറൻസും പുറത്തുള്ള ലെയ്ത്തുകാരോട് പറയുമ്പോൾ അവർക്കൊരു ഈഗോ അടിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ ഒരു പരിപാടി നിർത്തി. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം സെറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ 2 തരം രജിസ്റ്റർ, നിങ്ങൾക്ക് ഏത് റിസർവേഷനാണ് വേണ്ടത്, നിങ്ങൾക്ക് ഏതാണ് താല്പര്യപ്പെടുന്നത്, ആ രീതി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ 2 രീതി പറഞ്ഞുകൊണ്ട് 2 രീതിയിലും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ 99% ഞാൻ രണ്ടാമത്തെ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അത്യാവശ്യമുള്ള പാർട്സുകൾ മാത്രം ഉപയോഗിക്കുക, അത്യാവശ്യമുള്ള പാർട്സുകൾ മാത്രം മാറ്റുക, അല്ലാത്ത അത് വെച്ച് റീസ്റ്റോർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.